ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റമൽ ചുഴലിക്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ തീരം തൊടും. ബംഗ്ലാദേശിനും പശ്ചിമ ബംഗാളിന്റെ തെക്കൻ തീരമേഖലയ്ക്കും ഇടയിലായിട്ടാണ് തീരം തൊടുക. മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും കര തൊടുക. തീരമേഖലയിൽ നിന്ന് 1 ലക്ഷത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രജിൻ സി കണ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. പ്രജിൻ, അർദ്ധരാത്രിയോടെ തീരം തൊടുമെന്നാണ് ഒടുവിലത്തെ വിവരം. ഉന്മേഷ്, തീർച്ചയായിട്ടും അർദ്ധരാത്രി ഏതാണ്ട് ഒരു 3 മണിക്കൂറിൽ തന്നെ ഈ കരതൊട്ട് തുടങ്ങും റമൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ദിവസങ്ങൾക്ക് മുൻപ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് അത് ശക്തി പ്രാപിച്ച് പിന്നീട് റമൽ എന്ന ചുഴലിക്കാറ്റായി മാറിയത്. റമൽ എന്നാൽ അറബിക്കിൽ മണൽ എന്നാണ് അർത്ഥം. അങ്ങനെ ആ അർത്ഥം വരുന്ന പദമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിലത് വടക്കൻ മേഖല, വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് അതിന്റെ ഒരു സഞ്ചാരഗതി ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നേരത്തെ ഉന്മേഷ് പറഞ്ഞതുപോലെ ബംഗ്ലാദേശിനും ഒപ്പം ബംഗാളിന്റെ തെക്കൻ മേഖലയ്ക്കും ഇടയിലായിട്ടായിരിക്കും അത് കരതൊടുമ്പോൾ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ 110 മുതൽ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റ് കരതൊടുക. ആ മേഖലയുള്ളവർക്കെല്ലാം തന്നെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും തീരമേഖലയായ ഹുബ്ലി, ഹൗറ, കൊൽക്കത്ത ഒപ്പം കിഴക്കൻ മേദിനിപൂർ മേഖലകളിലെല്ലാം തന്നെ കനത്ത ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെയുള്ള ആൾക്കാരോട് ഒഴിഞ്ഞു പോകാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ തന്നെ ആ മേഖലയിൽ ആകെ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെടുന്നുണ്ട് എന്ന ഏറ്റവും പുതിയ വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടകം 14 NDRF സംഘങ്ങളെയാണ് ഈ തെക്കൻ തീരത്തേക്ക്, അതായത് പശ്ചിമ ബംഗാളിന്റെ തെക്കൻ മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത സംസ്ഥാനങ്ങളായ ത്രിപുര, ഒഡീഷ ഇവരുടെ മേഖലയിലേക്കും തീരമേഖലയിലേക്കും ഒപ്പം ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അവലോകന യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ എന്താണ് വരാൻ പോകുന്ന കാലാവസ്ഥ, ഒപ്പം തന്നെ എത്രമാത്രം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മേഖലയിലും എന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ വിവരിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ രീതിയിലും സജ്ജമായിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ കാറ്റ് കടന്നു പോകും. കരതൊട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ശക്തി ക്ഷയിച്ച് അത് ദുർബലമായി പോകും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചിരിക്കുന്നത്. ഉമേഷ്, ശരി പ്രജിൻ സി കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.